ഹായ്, ഇന്ന് ഞാൻ പുതിയതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ പോകുന്നത് ചീസ് എഗ്ഗ് റോളാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചീസ് വെച്ച് എഗ്ഗ് റോള് മുട്ടയും വെച്ച് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി കുരുമുളക് 2 മുട്ട എടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു തവി ഇതിനകത്ത് വെച്ച് നല്ലോണം യോജിപ്പിച്ച് കൊടുക്കാം. മുട്ടയും കുരുമുളകും കൂടെ ഒന്ന് നല്ല വൃത്തിയായിട്ട് യോജിപ്പിച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്ത് ക്യാരറ്റ്, മല്ലിയിലയ്ക്ക് ഞാൻ കറിവേപ്പില ഇടുന്നത്, മല്ലിയില ഇല്ല. പിന്നെ ക്യാപ്സിക്കോ ഇല്ല, അതുകൊണ്ട് ഞാൻ പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചത്, കുറച്ച് സവാള, ആർക്കും എന്ത് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളതേ ഇടാൻ പറ്റത്തുള്ളൂ. അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോർക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം. ചീസ് വെച്ച് എഗ് റോൾ തയ്യാറാക്കുമ്പോൾ അവരവർക്ക് കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, പലതരത്തിലുള്ള. ഇപ്പോൾ ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ട്, മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതായിട്ട് കൊടുത്തത്. കുറച്ച് ചീസും കൂടെ ഇട്ടതാണ്. ചീസും കൂടെ ഞാനൊരു ചപ്പാത്തി ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. ഇതിൻ്റെ മുകളിലോട്ട് ചപ്പാത്തി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ചീസ് ഇടാം. വെള്ള ചീസ് എടുത്തേക്കുന്നത്. തിരിച്ചിടാം. തിരിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റും ഇട്ട് കൊടുക്കുക. അതിൻ്റെ പുറത്ത് ഇച്ചിരി ക്യാരറ്റും ഉള്ളിയും എല്ലാം ഇട്ട് വെച്ച് ഇനി ഇതൊരു പാനിലോട്ടാക്കാം. ഇനി ഇതൊരു പാത്രത്തിലോട്ടാക്കി കട്ട് ചെയ്യാം. മടക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മൾ പ്ലേറ്റിലോട്ട് കട്ട് ചെയ്ത് മടക്കി, മറ്റേ ചൂടായിരുന്നു, അതുകൊണ്ട് ഇതിനകത്തോട്ട് എടുത്ത് വെച്ച് റെഡിയാക്കി. അങ്ങനെ ചീസ് വെച്ച് എഗ്ഗ് റോള് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം. രാവിലെ എല്ലാവർക്കും ജോലിക്കൊക്കെ പോകണ്ടേല്ലേ, അന്നേരം എളുപ്പം തയ്യാറാക്കാം. പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്, കുട്ടികൾക്ക് കഴിക്കാൻ എളുപ്പമാണ്. ചീസ് വെച്ച് എഗ്ഗ് റോളാണ് ഇത്. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ തയ്യാറാക്കാം.
അധികം ചേരുവകളൊന്നുമില്ല. നമുക്ക് വീട്ടിലനുസരിച്ചുള്ള ചേരുവകൾ ചേർക്കാം. ഞാൻ എൻ്റെ വീട്ടിലുള്ളതനുസരിച്ചാണ് ഇത് ചേർത്തിരിക്കുന്നത്. എനിക്കിത് മല്ലിയിലയിലായിരുന്നു. മല്ലിയില എനിക്ക് ചുവപ്പ് ചേർക്കാൻ പറ്റിയില്ല. പിന്നെ ക്യാപ്സിക്കവും ചേർക്കാൻ പറ്റിയില്ല. ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുമല്ലോ. ബ്രേക്ക്ഫാസ്റ്റായിട്ട് രാവിലെ കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും.